ഗവർണർമാരുടെ അമിതാധികാര പ്രയോഗത്തിന് കൂച്ചുവിലങ്ങിട്ട് സുപ്രീം കോടതി ബില്ലുകൾ അനന്തമായി പിടിച്ചുവെക്കുന്നത് തടഞ്ഞു. ഗവർണർമാർക്ക് സമ്പൂർണ്ണ വീറ്റോ അധികാരവും വിവേചനാധികാരവും ഇല്ല. മന്ത്രിസഭയുടെ ഉപദേശപ്രകാരം പ്രവർത്തിക്കണമെന്നും തമിഴ്നാട് സർക്കാരിന്റെ ഹർജിയിൽ ഉത്തരവിട്ടിരിക്കുന്നു. നിയമസഭ പാസാക്കിയ ബില്ലുകൾ അംഗീകരിക്കുന്നതിൽ ഗവർണർമാർക്ക് സുപ്രീം കോടതി സമയപരിധിയും നിശ്ചയിച്ചു. ബിൽ തടഞ്ഞു വെച്ചാൽ 1 മാസത്തിനകം തീരുമാനമെടുക്കണം. രണ്ടാമതും സഭ പാസാക്കിയാൽ 3 മാസത്തിനകം തീരുമാനം വേണമെന്നും നിർദ്ദേശമുണ്ട്. ഷബ്ന സിയാദുണ്ട് വിവരങ്ങളുമായി. ഷബ്ന, ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായ ഒരു വിധിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതായത് ഈ ഗവർണർമാരുടെ അമിതാധികാര പ്രയോഗം, നിയമസഭ പാസാക്കിയ ബില്ലുകൾ കൃത്യമായ രീതിയിൽ ഒപ്പിട്ട് നൽകാത്തത്, അത് തടഞ്ഞു വെച്ചിരിക്കുന്നത്, അത് കേരളത്തിൽ നമ്മൾ കണ്ടതാണ്, തമിഴ്നാട്ടിൽ കണ്ടതാണ്. BJP രാഷ്ട്രീയമായി ഗവർണർമാരെ ഉപയോഗിക്കുന്നു എന്നുള്ള വലിയ ആരോപണത്തിന് ആശ്വാസമാണ് യഥാർത്ഥത്തിൽ പ്രതിപക്ഷ സംസ്ഥാനങ്ങൾക്ക് സുപ്രീം കോടതിയുടെ വിധി. എന്തൊക്കെയാണ് ഈ ഉത്തരവിൽ പറയുന്നത്? സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിൽ രാഷ്ട്രീയമായി ഈ ഗവർണർമാരെ സംസ്ഥാനങ്ങളിൽ രാഷ്ട്രീയ താല്പര്യത്തോടെ ഇടപെടുകയും അതോടൊപ്പം തന്നെ സംസ്ഥാനത്തിൻ്റെ ഭരണം സ്തംഭനത്തിലേക്ക് എത്തിക്കുന്ന രീതിയിൽ ഗവർണർമാർ പ്രവർത്തിക്കുകയും ചെയ്യുന്നതിന് വലിയ തിരിച്ചടി തന്നെയാണ് ഇന്നിപ്പോൾ സുപ്രീം കോടതിയിൽ നിന്നുണ്ടായ ഈ സുപ്രധാന വിധി. ജസ്റ്റിസ് JB പർത്തിവാല ഈ വിധി പ്രസ്താവത്തോടൊപ്പം തന്നെ പറഞ്ഞ ഒരു കോട്ടുണ്ട്. ഭരണഘടനയെ കോട്ട് ചെയ്താണ് ഈ വിധി പ്രസ്താവം തുടങ്ങുന്നത് തന്നെ. ഒരു ഭരണഘടന എത്ര നല്ലതാണെങ്കിലും അത് നടപ്പിലാക്കുന്നവർ നല്ലവരല്ലെങ്കിൽ അത് മോശമാകും എന്നതാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കോട്ട് ചെയ്താണ് ഈ വിധി പ്രസ്താവം തുടങ്ങുന്നത് തന്നെ. അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഇത്തരത്തിൽ ഗവർണർ ഭരണഘടനാ അനുസൃതമായി പ്രവർത്തിക്കേണ്ട വ്യക്തിയാണ്. ഈ സംസ്ഥാനത്തോട് ചേർന്ന് നിന്ന്, സംസ്ഥാനത്തോട് ഒപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കുകയും സംസ്ഥാനത്തിൻ്റെ തത്വചിന്തകനായും ഉപദേശകനായും സുഹൃത്തായും ഗവർണർമാർ പ്രവർത്തിക്കണം എന്നതാണ് കോടതി വ്യക്തമാക്കുന്നത്. തമിഴ്നാട്ടിലെ കേസിലേക്ക് വന്നാൽ 10 ബില്ലുകളാണ് കാലങ്ങളോളം അല്ലെങ്കിൽ വർഷങ്ങളോളം ഇത്തരത്തിൽ ഗവർണർ തടഞ്ഞു വെച്ചത്. ഭരണ സ്തംഭനത്തിന് തന്നെ കാരണമാകുന്ന നടപടിയാണ് ഗവർണറുടെ ഭാഗത്തു നിന്നുണ്ടായത്. അത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് കോടതി അടിവരയിട്ട് പറയുന്നു. കാരണം ഇത്തരത്തിൽ നിയമവിരുദ്ധമായി ബില്ലുകൾ തടഞ്ഞു വെക്കുക വഴി സംസ്ഥാനത്തിൻ്റെ ഭരണത്തിൽ അത് പ്രതിസന്ധി സൃഷ്ടിക്കും. ബില്ലുകൾ ഈ രീതിയിൽ ഗവർണർമാർക്ക് തടഞ്ഞു വെക്കാൻ അധികാരമില്ല. ഒരു ബില്ല് നിയമസഭ പാസ്സാക്കി ഈ ഗവർണർക്ക് മുന്നിലെത്തിയാൽ 3 കാര്യങ്ങളാണ് അതിൽ തീരുമാനമെടുക്കാൻ ഗവർണർ ചെയ്യേണ്ടത്. ഒന്നല്ലെങ്കിൽ അത് തടഞ്ഞു വെക്കാം, അത് പൂർണ്ണമായും തടഞ്ഞു വെക്കാം, ഈ ബില്ല് പാസ്സാക്കാൻ പറ്റില്ല എന്ന നിലപാട് ഗവർണർക്ക് സ്വീകരിക്കാം. അല്ലെങ്കിൽ അത് പാസ്സാക്കാം. മറിച്ചാണെങ്കിൽ അത് രാഷ്ട്രപതിക്ക്, ഗവർണർക്ക് തീരുമാനമെടുക്കാൻ പറ്റില്ലെങ്കിൽ അത് രാഷ്ട്രപതിക്ക് കൈമാറാം. ഈ 3 നടപടിക്രമങ്ങളാണ് ഗവർണർക്ക് മുന്നിലുള്ളത്. അത്തരത്തിലുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാതെ അല്ലെങ്കിൽ അത് ചെയ്യാതെ കുറച്ചു കാലം ഈ ബില്ലുകൾ തടഞ്ഞു വെക്കുകയും മാസങ്ങളോളമോ അല്ലെങ്കിൽ വർഷങ്ങളോളമോ ബില്ലുകൾ തടഞ്ഞു വെക്കുകയും തുടർന്ന് പിന്നീട് ഈ രാഷ്ട്രപതിക്ക് ഈ ബില്ല് അയക്കുകയും ചെയ്യുന്ന നടപടിയാണ് ഗവർണർമാർ കാണിക്കുന്നത്. നമുക്കറിയാം കേരളത്തിലും ഇതേ രീതിയിലുള്ള നടപടികൾ ഉണ്ടായി. മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉണ്ടായിരുന്ന സമയത്ത് നമുക്കറിയാം കേരളത്തിലെ സർവകലാശാല ബില്ലടക്കം ഇത്തരത്തിൽ തടഞ്ഞു വെക്കുകയും പിന്നീട് അത് രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് വിടുകയും ചെയ്തിട്ടുണ്ട്. ആ ഹർജിയും കോടതിയുടെ പരിഗണനയിൽ തന്നെ ഇരിക്കുകയാണ് ഇപ്പോൾ. കേരള സംസ്ഥാനവും സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട് ഇതേ വിഷയത്തിൽ തന്നെ. അത്തരത്തിലുള്ള നടപടികൾക്കിടെയാണ് തമിഴ്നാട്ടിലെ ഗവർണർക്ക് വലിയ തിരിച്ചടിയായി സുപ്രീം കോടതിയിൽ നിന്നും നിർണായകമായ വിധിയുണ്ടായത്. ഗവർണർക്ക് വീറ്റോ അധികാരമില്ല എന്നതാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത്. ഭരണഘടനാ അനുസൃതമായി തന്നെ ഗവർണർ പ്രവർത്തിക്കണം. ഭരണഘടനയ്ക്ക് വിരുദ്ധമായി പ്രവർത്തിക്കാൻ സാധിക്കില്ല, അത് അംഗീകരിക്കാനാവില്ല എന്ന് കോടതി വ്യക്തമാക്കുന്നു. അതോടൊപ്പം തന്നെ കോടതി പറഞ്ഞിട്ടുള്ളത് ഇത്തരത്തിൽ നിയമസഭ പാസ്സാക്കിയ ഒരു ബില്ലുണ്ടെങ്കിൽ അത് 1 മാസത്തിനുള്ളിൽ അതിൽ തീരുമാനമെടുക്കണം. അല്ലെങ്കിൽ അത് രാഷ്ട്രപതിക്ക് അയക്കുകയാണെങ്കിൽ അത് 3 മാസത്തിനുള്ളിൽ അതിൽ തീരുമാനമെടുക്കണം. രണ്ടാമതും നിയമസഭ രാഷ്ട്രപതി തിരിച്ചയച്ചു, അതിനുശേഷം രണ്ടാമതും നിയമസഭ ആ ബില്ല് പാസ്സാക്കുകയാണെങ്കിൽ വീണ്ടും 1 മാസത്തിനകം ഗവർണർ അതിൽ തീരുമാനമെടുക്കണം എന്നും കോടതി അടിവരയിട്ട് തന്നെ വ്യക്തമാക്കുന്നു. ഏതായാലും സുപ്രീം കോടതിയിൽ നിന്നുണ്ടായ ഒരു നിർണായകമായ വിധി തമിഴ്നാട്ടിലെ ഗവർണറുടെ കാര്യമാണെങ്കിൽ പോലും മറ്റ് സംസ്ഥാനങ്ങൾക്കും ബാധകമാകാവുന്ന വിധിയാണ് ഇന്ന് ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി ഇത്തരം വിഷയവുമായി ബന്ധപ്പെട്ട് എപ്പോൾ കോടതിയെ സമീപിച്ചാലും ഈ വിധി പ്രധാനമായി ഉദ്ധരിക്കപ്പെടും എന്നുള്ളത് പ്രധാനപ്പെട്ട പോയിന്റാണ്. ഷബ്ന സിയാദാണ് വിവരങ്ങൾ നൽകിയത്.